ഹായ് എവരി വൺ, സോൾ ഫിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹാംസ്ട്രിങ് ഇഞ്ചറീസ് എമംഗ് ഫുട്ബോൾ പ്ലെയേഴ്സ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കൂടുതലായി കാണപ്പെടുന്ന ഒരു ഇഞ്ചറിയാണ് ഹാംസ്ട്രിങ് ഇഞ്ചറീസ്. അതും കൂടുതലായിട്ട് സെക്കൻഡ് ഹാഫിലെ അവസാന നിമിഷങ്ങളിൽ ഏകദേശം 80-90 മിനിറ്റുകളിലാണ് ഈ ഹാംസ്ട്രിങ് ഇഞ്ചറീസ് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോളിൽ ഓടുമ്പോഴും കാര്യങ്ങളൊക്കെ ഹാംസ്ട്രിങ് എക്സെൻട്രിക് ടൈപ്പ് ഓഫ് കൺട്രാക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അത് അവസാന നിമിഷങ്ങളിൽ ഫാറ്റിഗ് വീക്ക്നെസ് വന്നിട്ട് ഒന്നുകിൽ മസിൽ ക്രാമ്പ് ആവാം, അല്ലെങ്കിൽ മസിൽ സ്ട്രെയിന് കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ ഇത് വരാനുള്ള കാരണം ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഏതാനും കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ഹൈഡ്രേഷന്. ഒട്ടുമിക്ക പ്ലേയേഴ്സും ഈ ഹൈഡ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ കളിൻ്റെ ജസ്റ്റ് മുമ്പ്, അല്ലെങ്കിൽ ഹാഫ് ടൈമിൽ, അല്ലെങ്കിൽ കളിൻ്റെ ശേഷം. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ഒരിക്കലും നമുക്കൊരു ഹൈഡ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം 24 ഹവറെങ്കിലും, അതായത് ഒരു മാച്ച് ഉണ്ടെങ്കിൽ ഒരു 24 ഹവറെങ്കിലും മിനിമം എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ആ ഹൈഡ്രേഷൻ ഇൻട്രാ സെല്ലുലാർ ലെവലിൽ റീച്ച് ആവുള്ളൂ. അപ്പം അങ്ങനെ റീച്ച് ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് യൂസ്ഫുൾ ആവുള്ളൂ. ഇനി അടുത്തൊരു കാരണം പറഞ്ഞാൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള റീകവറി. നമ്മൾ ഏതൊരു ഹെവി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു മസിൽ സെല്ലിൻ്റെ ഉള്ളിൽ അത് ഇൻട്രാ സെല്ലുലാർ ട്രോമ, മൈക്രോ ട്രോമ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഹീൽ ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ടുള്ള റീകവറി വേണം, പ്രോപ്പറായിട്ട് റീകവറി ഫുഡ് വേണം. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇഞ്ചറീസിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്തൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം 3 ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഒന്ന് കോൺസെൻട്രിക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മസിൽ ഫൈബേഴ്സ് ചുരുങ്ങിയിട്ട് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രെയിനിങ്ങിനെ പറയുന്നതാണ് കോൺസെൻട്രിക് ടൈപ്പ് ഓഫ് ട്രെയിനിങ്. ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ മസിൽ ഫൈബേഴ്സിൻ്റെ ലെങ്ത്തിനൊന്നും മാറ്റം വരാതെ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഐസോമെട്രിക് ട്രെയിനിങ്. ഇനി എക്സെൻട്രിക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മസിൽ ലെങ്ത്ത് എലോങ്ങായിട്ട് ചെയ്തിട്ട് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, അതാണ് എക്സെൻട്രിക് ടൈപ്പ് ഓഫ് ട്രെയിനിങ്. അപ്പം ഒട്ടുമിക്ക ആളുകളും നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് ജിമ്മിൽ കോൺസെൻട്രിക് ടൈപ്പ് ഓഫ് ട്രെയിനിങ്, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോളിൽ കിടന്നിട്ട് കാല് മടക്കുന്നത്, അത് ഹാംസ്ട്രിങ് ട്രെയിനിങ്, അത് ഒരു കോൺസെൻട്രിക് ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ ക്വാഡ്രിസെപ്സ് സ്ട്രാബിളിൽ ഇരുന്നിട്ട് ബാക്കൗട്ട് ചെയ്യുന്നത്, അതും കോൺസെൻട്രിക് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. പക്ഷേ നമ്മൾ ഒരു സ്പെസിഫിസിറ്റി എന്ന പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോളിൽ കൂടുതലായിട്ടും എക്സെൻട്രിക് ടൈപ്പ് ഓഫ് ഇതാണ് ഹാംസ്ട്രിങ്ങിൻ്റെ നടക്കുന്നത്. നമുക്ക് അറിയാം, കൂടുതലായി ഓടുമ്പോഴും അത് എക്സെൻട്രിക് കൺട്രാക്ഷനാണ് വരുന്നത്, ജമ്പ് ചെയ്യുമ്പോഴും അതും എക്സെൻട്രിക് കൺട്രാക്ഷനാണ് വരുന്നത്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ജിമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്നത് കോൺസെൻട്രിക് ട്രെയിനിങ് ആണ്. അപ്പോൾ എക്സെൻട്രിക് ട്രെയിനിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഇഞ്ചറീസ് കൂടുതലായി വരും. ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിൽ തന്നെ നമ്മൾ ഹാംസ്ട്രിങ്ങിന് ആൾറെഡി പറഞ്ഞു, ഹാംസ്ട്രിങ്ങും ആയാലും ക്വാഡ്രിസെപ്സ് ആയാലും നമ്മൾ കൂടുതലായി ഇരുന്നിട്ടാണ് ക്വാഡ്രിസെപ്സ് സ്ട്രാബിളിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഫുട്ബോളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിന്നിട്ട് ഓടുന്നതാണ്. അപ്പം നിന്നിട്ട് ആയി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഹാംസ്ട്രിങ് കൺട്രാക്ട് ചെയ്യുമ്പോഴും പെൽവിസിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും, പെൽവിസിൻ്റെ സ്റ്റെബിലൈസേഴ്സ് അതുപോലെ കോറൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു ന്യൂറോളജിക്കൽ പാത്വേ ആയിട്ട് നമ്മൾ ഇതിൽ തന്നെ അത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ കിടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ടൊക്കെ ചെയ്യുമ്പോഴും എന്താ ചെയ്യൂല, ഈ കോർ മസിൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ പെൽവിസിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യൂല, ഈ ന്യൂറോളജിക്കൽ പാത്വേ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ അഡാപ്റ്റേഷൻ അവിടെ നടക്കില്ല. കാരണം ഈ ന്യൂറോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഒരു പാത്വേ, അതിനൊക്കെ ഒരു അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്വേ ഉണ്ടാവും. അതായത് കോർ മസിൽ സെയിം ടൈം പെൽവിസ്, സെയിം ടൈം ഓപ്പോസിറ്റ് ഹാംസ്ട്രിങ് കൺട്രാക്ട് ചെയ്യുക. ഇതെന്ത് ചെയ്യും, ഒരു ബ്രെയിനിൽ ഒരു ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഉണ്ടാക്കും ഇത്തരത്തിലുള്ള ട്രെയിനിങ് ചെയ്യുമ്പോൾ. ഈ ട്രെയിനിങ് തന്നെയാണ് സെയിം സിനേറിയാണ് ഫുട്ബോൾ ഓടുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത്, ഇതേ സെയിം സിനേറിയായിരിക്കും. കോറ് പെൽവിസിന് സ്റ്റെബിലൈസേഴ്സ്, ഓപ്പോസിറ്റുള്ള ഹാംസ്ട്രിങ് ക്വാഡ്രിസെപ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കിടന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ഐസൊലേറ്റഡ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. കോആക്ടിവേഷൻ അല്ല, കൂടുതലായിട്ട് ഐസൊലേറ്റഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഐസൊലേറ്റഡ് ട്രെയിനിങ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അത് ചെയ്യണം. പക്ഷേ നമ്മളൊരു സ്പെസിഫിക്കായി നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഫുട്ബോളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോ ആക്ടിവേഷൻ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് വേണ്ടത്. അപ്പോൾ കൂടുതലായിട്ടുള്ള നിന്നിട്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നത് സ്പോർട്ടിങ്, അങ്ങനത്തെ ഹാംസ്ട്രിങ് ടൈപ്പ് ഓഫ് ലഞ്ചസ്, അങ്ങനത്തെ നിന്നിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ
എന്താ ചെയ്യുക, ഐസൊലേറ്റഡ് ട്രെയിനിങ് റിയാബിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ചെയ്യാം. റിട്ടേൺ ടു സ്പോർട്സ് മസിലിനെ സ്ട്രെങ്തനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് ക്വാഡ്രിസെപ്സ് ടേബിളിലെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുക. അതിന് ശേഷം റിട്ടേൺ ടു സ്പോർട്സിൽ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള അതായത് നിന്നിട്ടുള്ള കോആക്ടിവേഷൻ എക്സസൈസ്, അതായത് മെയിനായി പറയുന്നത് സ്പെസിഫിസിറ്റി, അതായത് ഫുട്ബോളിൽ എന്താണോ സ്പെസിഫിക് ഡിമാൻഡ്, ആ ഡിമാൻഡാണ് നമ്മൾ എന്ത് ചെയ്യണം സ്ട്രെങ്ത് ട്രെയിനിങ് പാർട്ടിലും ഇമ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ അത്തരത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഞ്ചറീസ് നമുക്ക് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാം.